ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വാസിദ് അവർ രാജിവെച്ചിരിക്കുന്നു. അവരവിടെ നിന്നും ഒരു ഹെലികോപ്റ്ററിൽ ആ രാജ്യം വിട്ടിരിക്കുന്നു അവരുടെ ബന്ധുക്കളോടൊപ്പം എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ബംഗ്ലാദേശിലുണ്ടായ ഒരു കലാപത്തെക്കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിരുന്നു, കാരണം അവിടെ ഉണ്ടായിട്ടുള്ള ഒരു കോട്ട സിസ്റ്റവുമായി ബന്ധപ്പെട്ട് 1971 മുതൽ ഏർപ്പെടുത്തിയ ഒരു കോട്ട സിസ്റ്റമാണ്. അതായത് അവിടുത്തെ ലിബറേഷൻ വാർ എന്ന് പറയുന്ന അവരുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് 30% സീറ്റുകൾ സംവരണം ചെയ്തു. അതാണ് ഏറ്റവും ആദ്യം അത് കൊണ്ടുവന്നപ്പോൾ വലിയ എതിർപ്പൊന്നും ഉണ്ടായില്ല. കാരണം അത് 1972 ഈ രാജ്യം രൂപീകരിക്കപ്പെടുമ്പോഴാണ്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം അത് അവരുടെ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചു 2010. പിന്നീട് 2018 അവരുടെ ചെറുമക്കൾ കൂടി സംവരണം കൊടുക്കുമ്പോഴാണ് വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടായത്. ഈ സംവരണം കൊടുക്കുന്നതിൽ തന്നെ അവാമി ലീഗ് എന്ന് പറയുന്ന ഈ ഷെയ്ഖ് ഹസീനയുടെയൊക്കെ പാർട്ടി അവരുടെ ആളുകളെ തിരികെ കയറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഈ ഷെയ്ഖ് ഹസീനയുടെയൊക്കെ ഫാദറായിരുന്ന മുജീബുർ റഹ്മാനാണ് അവിടുത്തെ രാഷ്ട്രപിതാവ്, ബംഗബന്ധു എന്നറിയപ്പെടുന്ന ഒരാൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ലിബറേഷൻ വാർ നടന്നത്. അപ്പോൾ ഈ മിക്കവാറും പേരൊക്കെ ഈ പാർട്ടിക്കാരാണ്. അപ്പോൾ അങ്ങനെ ഏതാണ്ട് 60,000-ഓളം പരാതികളാണ് അതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നത്. അപ്പോൾ അതിനുശേഷം വലിയ പ്രക്ഷോഭം ഉണ്ടാവുകയും ഗവൺമെൻറ് തന്നെ ഇതിൽ നിന്ന് പിന്മാറുകയും ഏറ്റവും ഒടുവിൽ ആ പ്രക്ഷോഭത്തിൽ ഏതാണ്ട് 300-ഓളം പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഗവൺമെൻറ് തന്നെ സുപ്രീം കോടതിയിലേക്ക്, ഹൈക്കോടതി ഇത് വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞൊരു വിധി വന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ അങ്ങനെ വിധി വന്നപ്പോഴാണ് അവിടെ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോൾ അത് വീണ്ടും ഗവൺമെൻറ് തന്നെ സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോവുകയും ആ അപ്പീലിൽ സുപ്രീം കോടതി 93% സംവരണത്തെ ചുരുക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ 5% സംവരണം മാത്രമേ ഈ പറയുന്ന ആളുകൾക്ക് കൊടുക്കേണ്ടതുള്ളൂ. അതായത് ലിബറേഷൻ വാറിൽ പങ്കെടുത്തിട്ടുള്ളവരുടെ മക്കൾക്ക് കൊടുക്കേണ്ടതുള്ളൂ. ബാക്കി 93% മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ളത് പറഞ്ഞു. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ട് ആ സമരം അല്ലെങ്കിൽ ആ പ്രക്ഷോഭം തീരുമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ തീർന്നില്ല. കാരണം അതിനുശേഷം ഈ ധാക്ക യൂണിവേഴ്സിറ്റികളുടെയും അവിടുത്തെ എല്ലാ യൂണിവേഴ്സിറ്റികൾ മാത്രമല്ല ജനങ്ങളുമൊക്കെ തന്നെ ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിരുന്നു. ആ ഭാഗമായപ്പോൾ അവരൊരു അടുത്തൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചു. ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഒന്ന്, ഷെയ്ഖ് ഹസീന മാപ്പ് പറയണം എന്നുള്ളതാണ്. രണ്ടാമത്തേത്, 10,000-ലധികം ആളുകളെ ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് സൈന്യവും പോലീസും ഒക്കെ പിടിച്ച് ജയിലിലടച്ചിരുന്നു. അവിടെ എല്ലാവരെയും വെറുതെ വിടണം എന്ന് പറഞ്ഞിരുന്നു. ഇത് രണ്ടും ഷെയ്ഖ് ഹസീന കേൾക്കാൻ തയ്യാറായില്ല. പകരം മസിൽ ഉപയോഗിച്ച്, സൈന്യത്തെ ഉപയോഗിച്ച്, അവരുടെ പാർട്ടിക്കാരെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇത് അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അവരുടെ യുവജനങ്ങളോടും അതുപോലെ പാർട്ടി പ്രവർത്തകരോടും എല്ലാം തന്നെ ഈ പ്രക്ഷോഭകാരികളെ നേരിടാൻ പറഞ്ഞു. ആ നേരിടാൻ പറഞ്ഞതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഫലമാണ് സൈന്യം 1 മണിക്കൂറിനകം നിങ്ങൾ രാജിവെക്കണമെന്ന് ഷെയ്ഖ് ഹസീനയോട് പറഞ്ഞു. പക്ഷേ അവിടെ രാജിവെച്ചാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളോർത്ത് ഷെയ്ഖ് ഹസീനയും കുടുംബാംഗങ്ങളും ഒരു ഹെലികോപ്റ്ററിൽ, അത് മിലിറ്ററിയുടേതാണോ അല്ലയോ എന്നുള്ളത് കൺഫേം ആയിട്ടില്ല, ഒരു ഹെലികോപ്റ്ററിൽ പറന്നിരിക്കുന്നു മറ്റൊരു രാജ്യത്തേക്ക് എന്നുള്ളതാണ്. മിക്കവാറും അത് കൊൽക്കത്തയിലേക്കായിരിക്കും, ഇന്ത്യയിലേക്ക് തന്നെ വരാനാണ് സാധ്യത. ആ സാധ്യതയെക്കുറിച്ച് നിങ്ങൾക്ക് വിശദാംശങ്ങൾ അറിയണമെങ്കിൽ ഷെയ്ഖ് ഹസീനയുടെ ജീവിതം എന്തായിരുന്നു എന്നറിയണം. ഇപ്പോൾ 76 വയസ്സുള്ള ഒരു ലേഡിയാണ്. പക്ഷേ പരാജയപ്പെട്ട് ഓടിയ ഒരു ഷെയ്ഖ് ഹസീനയല്ല നമ്മൾ അറിയേണ്ടത്. അവരുടെ ജീവചരിത്രം കൂടി അറിയുന്നത് നല്ലതായിരിക്കും. 1947 ഗോപാൽഗഞ്ച് എന്ന് പറയുന്ന ധാക്കയ്ക്കടുത്തുള്ള ഒരു സ്ഥലത്താണ് ഷെയ്ഖ് ഹസീന ജനിച്ചു വീഴുന്നത്. 1949 മുതൽ 52 വരെ അവരുടെ ഫാദറായിട്ടുള്ള മുജീബുർ റഹ്മാൻ, അദ്ദേഹമാണ് ബംഗബന്ധു എന്നറിയപ്പെടുന്ന അവിടുത്തെ രാഷ്ട്രപിതാവ് ബംഗ്ലാദേശിൻ്റെ. അതിനു മുമ്പ് വരെ ബംഗ്ലാദേശ് ഈസ്റ്റ് പാകിസ്ഥാനായിരുന്നു, അതായത് പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നു. മുജീബ് റഹ്മാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രസ്ഥാനം, അവർ വലിയ സമരം നടത്തിയിട്ടാണ് ഇന്ത്യയുടെ സഹായത്തോടു കൂടി അത് ബംഗ്ലാദേശായി മാറുന്നത്. 1954 അതുപോലെ തന്നെ 58 വരെയും വീണ്ടും ഈ മുജീബുർ റഹ്മാൻ ജയിലിലായിരുന്നു. അങ്ങനെ നിരവധി തവണ ജയിലിൽ കിടക്കുമ്പോഴാണ് ഈ നമ്മുടെ ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന അന്ന് പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി സ്വന്തം രാഷ്ട്രീയം രൂപീകരിക്കുന്നത്. ആ രാഷ്ട്രീയം രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായി അവർക്ക് സ്കൂളിൽ പഠിക്കാനുള്ളൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, സോഷ്യൽ നോളജ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അതിലൊരു ചാപ്റ്റർ മൊത്തം അയൂബ് ഖാൻ എന്ന് പറയുന്ന, അന്ന് പാകിസ്ഥാൻ്റെ ഭാഗമാണല്ലോ ബംഗ്ലാദേശ്, അപ്പോൾ പാകിസ്ഥാൻ്റെ മിലിറ്ററി ഡിക്റ്റേറ്ററെ കുറിച്ചുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. ആ ചാപ്റ്റർ പഠിക്കാൻ ഷെയ്ഖ് ഹസീന വിസമ്മതിക്കുകയും പരീക്ഷയിൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാതിരിക്കുകയും ചെയ്തു. അങ്ങനെ ഉത്തരം എഴുതാത്തത് കൊണ്ട് ടീച്ചർക്ക് ആ പരീക്ഷയിൽ അവരെ തോൽപ്പിക്കേണ്ടി വന്നു. പിന്നീട് മറ്റൊരു പരീക്ഷയിൽ അവർ പാകിസ്ഥാനെക്കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ചോദ്യങ്ങളും തന്നെ എഴുതാതിരിക്കുകയും
അങ്ങനെ എഴുതാതിരുന്നതിൻ്റെ ഭാഗമായിട്ട് 20 മാർക്കുകൾ അവർക്ക് കിട്ടാതിരിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഷെയ്ഖ് ഹസീനയുടെ ഒരു പോരാട്ട വീര്യം തുടങ്ങിയത് എന്ന് മുതലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം അവർ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ തന്നെ വൈസ് പ്രസിഡൻ്റ് ആവുന്നുണ്ട് വളരെ പോപ്പുലറായിട്ടുള്ള ഷെയ്ഖ് ഹസീന. അതിനുശേഷം യൂണിയൻ മെമ്പർ ആകുന്നുണ്ട് ധാക്ക യൂണിവേഴ്സിറ്റിയിൽ. ആ ധാക്ക യൂണിവേഴ്സിറ്റിയിൽ യൂണിയൻ മെമ്പറായി അതിനുശേഷമാണ് അവർ കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ചത് ഒരു ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള MA വാസിദ് മിയ എന്ന് പറയുന്ന അദ്ദേഹത്തെയാണ് കല്യാണം കഴിച്ചത്. അങ്ങനെ അവർ ഷെയ്ഖ് ഹസീന വാസിദ് ആവുന്നു. വാസിദ് ആയതിനു ശേഷം 1971 ഒരു ആൺകുട്ടിയും 1972 ഒരു പെൺകുട്ടിയും ജനിക്കുന്നു. അതിനുശേഷം അവർ ഭർത്താവ് വർക്ക് ചെയ്യുന്നത് ജർമ്മനിയിലാണ്. ആ ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ ജൂലൈ 1975 അവർ ജർമ്മനിയിലേക്ക് പോകുന്നു. ബംഗ്ലാദേശിൽ നിന്നും കിലോമീറ്ററുകൾക്ക് അകലെയുള്ള ജർമ്മനിയിലേക്ക് പോയത് കൊണ്ടൊരു വലിയ പ്രാധാന്യം സംഭവിച്ചു. കാരണം 1975 ഓഗസ്റ്റ് 15, അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള ഓഗസ്റ്റ് 15 അതേ ദിവസം തന്നെയാണ് 1975 മാത്രം. അന്ന് അവിടെ ധൻമേന്ദർ എന്ന് പറയുന്ന 32 എന്ന് പറയുന്ന ഒരു ബംഗ്ലാവിൽ സൈന്യം അതിക്രമിച്ച് കയറി ഒരു ആക്രമണം നടത്തുന്നു. ആ ബംഗ്ലാവ് അന്നത്തെ ബംഗ്ലാദേശ് പ്രസിഡൻ്റായിട്ടുള്ള മുജീബുർ റഹ്മാൻ താമസിച്ചിരുന്ന ബംഗ്ലാവാണ്. ആ റെസിഡൻസാണ് പ്രസിഡൻറ്റ്. ആ പ്രസിഡൻ്റെ റെസിഡൻസിലേക്ക് ചെറുപ്പക്കാരായിട്ടുള്ള ഏതാനും സൈനികർ കയറുന്നു. അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും വെടിവെച്ച് കൊല്ലുന്നു. ആ വെടിവെച്ച് കൊല്ലുന്നതിൽ പെടാതിരുന്ന 2 പേരെന്ന് പറയുന്നത് ഒന്ന് ഷെയ്ഖ് ഹസീനയാണ്, രണ്ടാമത്തേത് ഷെയ്ഖ് റഹാന എന്ന് പറയുന്ന 2 പെൺകുട്ടികൾ മാത്രം രക്ഷപ്പെടുന്നു. സത്യത്തിൽ 5 പേരുടെ ഏറ്റവും എൽഡർ സിസ്റ്റർ ആയിരുന്നു ഷെയ്ഖ് ഹസീന. അതിൽ ബാക്കിയുള്ള എല്ലാ കുടുംബാംഗങ്ങളും തന്നെ ആ ആക്രമണത്തിൽ, അതായത് സൈനിക അട്ടിമറിയിൽ, സിയാവുൾ റഹ്മാനൊക്കെ ഏറ്റെടുത്തിട്ടുള്ള ആ സൈനിക അട്ടിമറിയിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനുശേഷം 1975 ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ദിരാഗാന്ധിയെ കാണുന്നു. കാരണം ഈ രാജ്യം 1972 അവരുടെ സ്വാതന്ത്ര്യ സമരത്തിന് തന്നെ സഹായിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടയാൾ ഇന്ദിരാഗാന്ധിയും ഇന്ത്യയുമാണ്. അതുകൊണ്ട് ഇന്ദിരാഗാന്ധിയെ കാണുന്നു. ഇന്ദിരാഗാന്ധി അവർക്ക് ഒരു വലിയ രാഷ്ട്രീയ അഭയം കൊടുക്കുന്നു. ഇന്ത്യയിൽ തന്നെ ഒരു വലിയ ബംഗ്ലാവും അതീവ സുരക്ഷയിലും അവരെ താമസിപ്പിക്കാൻ തയ്യാറാകുന്നു. 1981 വീണ്ടും അവാമി ലീഗ് എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും പ്രബലമായിട്ടുള്ള പാർട്ടിയുടെ പ്രസിഡൻ്റായിട്ട് ആബ്സെൻസിൽ തന്നെ, ഇവരുടെ സാന്നിധ്യമില്ലാതെ തന്നെ ഷെയ്ഖ് ഹസീനയെ തിരഞ്ഞെടുക്കുന്നു. ഷെയ്ഖ് ഹസീനയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 1000-ലധികം ആളുകൾ കാത്തു നിൽക്കുമ്പോൾ അവർ ബംഗ്ലാദേശിലേക്ക് വിരോചിതമായി കടന്നു വന്നതിന് ശേഷം 1986 വരെയുള്ള കാലഘട്ടങ്ങളിൽ നിരവധി തവണ അവർ ഹൗസ് അറസ്റ്റിന് വിധേയമാകുന്നു. പക്ഷേ 1986 അവർ ഇലക്ഷന് മത്സരിക്കുന്നു. അവിടുത്തെ ഏറ്റവും വലിയ ഒപ്പോസിഷൻ ലീഡറായി മാറുന്നു. ആ ഇലക്ഷന് മത്സരിക്കുന്നത് അവിടെ ഡിക്റ്റേറ്ററായിട്ടുള്ള അർഷാദ് എന്ന് പറയുന്ന ഒരു സൈനിക മേധാവിയുടെ കീഴിലാണ് ഇലക്ഷൻ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പാർലമെൻറ്റ് എന്ന് പറയുന്നത് വെറും ഒരു റബ്ബർ സ്റ്റാമ്പാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഷെയ്ഖ് ഹസീന 1987 ഏറ്റവും ഒരു അൾട്ടിമാറ്റം കൊടുക്കുന്നു. അതായത് ഈ പറയുന്ന മിലിറ്ററിയോട് പിൻവാങ്ങാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ പിൻവാങ്ങാൻ ആവശ്യപ്പെടുമ്പോൾ അവർ ഏറ്റവും ഒടുവിൽ പിൻവാങ്ങുന്നു. ആ പിൻവാങ്ങിയതിന് ശേഷം ഇതിനിടയിൽ ഈ ഷെയ്ഖ് ഹസീനക്കെതിരെ 19ഓളം വരുന്ന അറ്റാക്കുകൾ ഉണ്ടാവുന്നുണ്ട്. ഒരു തവണ അവരിരിക്കുന്ന കാറ് തന്നെ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുമ്പോൾ കാറിനകത്ത് തന്നെ ഷെയ്ഖ് ഹസീന ഉണ്ടാവുന്നു. മറ്റൊരു ഘട്ടത്തിൽ അവർ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വലിയ ഷൂട്ടൗട്ട് നടക്കുന്നു. വലിയ സൈന്യം തന്നെ വെടിവെക്കുമ്പോൾ 80ഓളം പേർ അവിടെ കൊല്ലപ്പെടുന്നു. പക്ഷെ അപ്പോഴും ഷെയ്ഖ് ഹസീന രക്ഷപ്പെടുന്നു. അങ്ങനെ 19ഓളം അസാസിനേഷനുകളിൽ നിന്ന്, അതായത് ഇവരെ കൊല്ലാനുള്ള ശ്രമങ്ങളിൽ നിന്ന് ഷെയ്ഖ് ഹസീന രക്ഷപ്പെടുന്നു. അതിനുശേഷം 1990 ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫോർമുല, ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു ഫോർമുല ഈ പറയുന്ന അർഷാദ് എന്ന് പറയുന്ന അന്നത്തെ ഡിക്റ്റേറ്ററിന് കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു അൾട്ടിമാറ്റം കൊടുക്കുന്നു. അദ്ദേഹത്തോട് ഇത് നിങ്ങൾ രാജിവെക്കണമെന്ന് പറയുന്നു. അദ്ദേഹം രാജിവെക്കുന്നു. അങ്ങനെ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 1991 ജയിക്കുന്നത് ഖാലിദ സിയയുടെ പാർട്ടിയാണ്. അതായത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയാണ്. ആ പാർട്ടി എന്ന് പറയുന്നത്, ഈ ഖാലിദ സിയ എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന നേരത്തെയുള്ള സിയാവുൾ റഹ്മാൻ എന്ന് പറയുന്ന പട്ടാള അട്ടിമറി നടത്തി മുജീബുർ റഹ്മാനെതിരെ പട്ടാള അട്ടിമറി നടത്തി അധികാരത്തിലേക്ക് വന്നിട്ടുള്ള ആളുടെ വിധവയാണ്. അവരാണ് ഭരിക്കുന്നത്. 1991 മുതൽ 96 വരെ അവർ ഭരിക്കുന്നു. 96ലേക്ക് എത്തുമ്പോൾ വീണ്ടും ബംഗ്ലാദേശിൽ ഇലക്ഷൻ നടക്കുന്നു. ഇലക്ഷൻ നടക്കുമ്പോൾ ഷെയ്ഖ് ഹസീന അന്ന് അധികാരത്തിലേക്ക് വരുന്നു. ആ 96 മുതൽ 2001 വരെ ഷെയ്ഖ് ഹസീന ഭരിക്കുന്നു. ഭരണത്തിൽ അവരൊരുപാട് വലിയ റിഫോംസും പരിഷ്കരണങ്ങളും ഒക്കെ കൊണ്ടുവരുന്നു. പക്ഷേ അതിനുശേഷം
2001 നടക്കുന്ന വീണ്ടും നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി 2/3 മജോറിറ്റിയോടുകൂടി ഖാലിദ സിയയുടെ പാർട്ടി അധികാരത്തിലേക്ക് എത്തുന്നു. അപ്പോൾ അതിന് അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് കെയർടേക്കറായിരുന്ന ഗവൺമെൻറ് ഈ പറയുന്ന ഖാലിദ സിയെയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയെയും പിന്തുണച്ചു. അതുകൊണ്ടാണ് എന്നാണ് പറയുന്നത് 2007 ഇവർക്കെതിരെ അഴിമതി കേസുകൾ വരുന്നു. ഷെയ്ഖ് ഹസീനക്കെതിരെ ഇവർ നേരെ US മടങ്ങിപ്പോകുന്നു. ഷെയ്ഖ് ഹസീന പിന്നെ 2008 തിരിച്ചു വരുന്നത്. 2007 2008 അവസാനത്തേക്ക് തിരിച്ചു വരുന്നു. ഷെയ്ഖ് ഹസീന അറസ്റ്റിലാകുന്നു. പിന്നീട് അവരെ മോചിപ്പിക്കുന്നു. 2008 അവർ വീണ്ടും തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു. പക്ഷെ അതിനുശേഷം ഷെയ്ഖ് ഹസീനക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2008 2014 2019 ഏറ്റവും ഒടുവിൽ 2024 അവർ ജയിക്കുന്നു. പക്ഷേ ഈ 24 ജയിക്കുമ്പോഴേക്കും എല്ലാ തെരഞ്ഞെടുപ്പിലും അവർ ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് മാത്രമല്ല ജയിക്കുന്നത്. ചില തെരഞ്ഞെടുപ്പുകൾ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ബോയ്ക്കോട്ട് ചെയ്യുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണെങ്കിൽ തൊട്ടടുത്ത പാർട്ടി എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനയാണ്. നമ്മുടെ മൗദൂദിയുടെ സംഘടന, അതേ സംഘടന തന്നെ ഇന്ത്യയിലുള്ള പോലെ അവിടെയുമുണ്ട്. അവരെല്ലാം കൂടി ചില തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുന്നു. ഏറ്റവും ഒടുവിൽ 2024 ജനുവരിയിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് ഹസീന ജയിക്കുമ്പോൾ 224 സീറ്റുകൾ ഷെയ്ഖ് ഹസീന കിട്ടുന്നു. 300-ൽ 62ഓളം സീറ്റുകളിൽ സ്വതന്ത്രന്മാരാണ് ജയിച്ചിട്ടുള്ളത്. കാരണം അവിടുത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഈ തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുന്നു. അങ്ങനെയാണ് ഷെയ്ഖ് ഹസീന ജയിച്ചിട്ടുള്ളത്. ആ ജയിക്കുമ്പോൾ തന്നെ വെറും 45% പേർ മാത്രമേ അവിടെ വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടുള്ളൂ എന്നുള്ളത് കൂടി നിങ്ങൾ അറിയണം. അപ്പോൾ ഇതാണ് ഷെയ്ഖ് ഹസീനയുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ 4ാമത്തെ ടൈം പൂർത്തിയാക്കാൻ കഴിയാതെ ഷെയ്ഖ് ഹസീന രാജിവെച്ചിരിക്കുന്നു. രാജിവെച്ചുകൊണ്ട് അവർ നേരെ മറ്റൊരു രാജ്യത്തേക്ക് രാഷ്ട്രീയ അഭയം തേടി പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 1 മണിക്കൂറിനകം രാജിവെക്കണമെന്ന് സൈന്യം അവരോട് പറഞ്ഞു. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകിൽ ഷെയ്ഖ് ഹസീന മാപ്പ് പറയണം, അല്ലെങ്കിൽ ഈ മാപ്പ് പറയുകയും 10,000-ഓളം വരുന്ന ആളുകളെ ജയിലിലിട്ടിട്ടുണ്ട്, അവരെ പുറത്തു വിടുകയും വേണമെന്ന് പറഞ്ഞു. ഷെയ്ഖ് ഹസീന മറന്നുപോയൊരു കാര്യം, ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിൻ്റെ കീഴിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ ഇക്കോണമിയായി വളർന്നു. അതിനും ചില കുഴപ്പങ്ങളുണ്ടായി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ വളർച്ചയ്ക്ക് കുറച്ച് താഴ്ചകളിലേക്ക് പറ്റി. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷെയ്ഖ് ഹസീന മറന്നുപോയൊരു കാര്യം, ഷെയ്ഖ് ഹസീന ജീവിതത്തിൽ പോരാടിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനുമൊക്കെ എതിരായി തന്നെ ഏറ്റവും ഒടുവിൽ അവർ പണിയെടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ട് ഏതാണ്ട് ഖാലിദ സിയെ അടക്കം അവിടെ നോബൽ ലൊറേറ്റ് ആയിട്ടുള്ള ആളുകളടക്കം നിരവധി പേരെ അവർ ജയിലിലാക്കിയിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചിരുന്നു പൂർണ്ണമായിട്ടും തന്നെ. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനകളെയും മറ്റെല്ലാ സംഘടനകളെയും നിരോധിക്കുകയും ഈ പ്രക്ഷോഭത്തെ നേരിടാൻ സ്വന്തം അണികളോട്, അതായത് സ്വന്തം വിദ്യാർത്ഥി സംഘടനയോടും സ്വന്തം യുവജന സംഘടനയോടുമൊക്കെ ആഹ്വാനം ചെയ്യുന്നൊരു പണിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ചില കുത്തിത്തിരിപ്പുകളൊക്കെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ഡിക്റ്റേറ്ററായി ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന മാറിയതാണ്. ബംഗ്ലാദേശിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് മറ്റൊരു കാര്യം കൂടി കാണാം. ആരൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അവരെല്ലാവരും തന്നെ ഇതുപോലെ പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടിയിട്ടുണ്ട്. ആ പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുന്നതിനോടൊപ്പം ഇപ്പോൾ ജനത്തിനവിടെ തൊഴിലില്ലായ്മ 59%. അതുപോലെ തന്നെ അവിടെ ജനങ്ങൾക്ക് ജോലി കിട്ടുന്ന നമ്പർ വളരെ കുറവാണ്. ആകെ 19.5 ലക്ഷം പേർക്കാണ് ഗവൺമെൻറ് ജോലികൾ കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ പഠിച്ചിറങ്ങുന്നത് 19 ലക്ഷം പേരാണ് ഒരു കൊല്ലം. അപ്പോൾ അതിൽ 2-3% മാത്രമേ 5 കൊല്ലം കൂടുമ്പോൾ ഒരു ഗവൺമെൻറ് ജോലി കൊടുക്കാൻ കഴിയൂ. കൂടാതെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലും വലിയ വളർച്ചയുണ്ടായിരുന്നു ബംഗ്ലാദേശിൽ. ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് നടന്നിട്ടുള്ള ഒരു രാജ്യമാണ്. അതിനും വലിയ കുറവുകൾ ഉണ്ടായിട്ടിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണണമെന്നുള്ളവർക്ക് ആ വീഡിയോ കണ്ടാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാം. അപ്പോൾ അന്ന് ഞാൻ ആ വീഡിയോയിൽ ചോദിച്ചിരുന്നു, എത്ര കാലമാണ് ഷെയ്ഖ് ഹസീനക്ക് ഇങ്ങനെ തുടരാനാവുക എന്നുള്ളത്. ഡിക്റ്റേറ്റർ എന്നുള്ള നിലക്ക്, ഒരു എലക്റ്റഡ് ഓട്ടോക്രസി എന്നുള്ള നിലക്ക് ഒരു ഏകാധിപത്യം, തിരഞ്ഞെടുക്കപ്പെടുന്ന ഏകാധിപത്യമാണ് ബംഗ്ലാദേശിൽ നിലനിന്നിരുന്നത്. അത് എത്ര കാലം തുടരാനാകുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ഒരു അവസാനം വന്നിരിക്കുന്നു. ഇന്ന് ഷെയ്ഖ് ഹസീനയും കുടുംബാംഗങ്ങളും കിട്ടിയ ഒരു ഹെലികോപ്റ്ററിൽ തൊട്ടടുത്ത രാജ്യത്തേക്ക് പറന്നിരിക്കുന്നു. ഇന്ത്യ അവർക്ക് രാഷ്ട്രീയ അഭയം കൊടുക്കാനുമാണ് സാധ്യത. കാരണം ഇന്ത്യയുടെ എക്കാലത്തെയും നല്ല സുഹൃത്തായിരുന്നു ഷെയ്ഖ് ഹസീന. ഇത് പറയുമ്പോൾ തന്നെ ഈ ഷെയ്ഖ് ഹസീനക്കെതിരെയുള്ള പോരാട്ടത്തിൽ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ പലപ്പോഴും ബോയ്ക്കോട്ട് ഇന്ത്യ എന്ന് പറയുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിയിരുന്നു. നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ സഖാക്കളൊക്കെ തന്നെ അവരൊക്കെ തന്നെ ഇന്ത്യയെ ബഹിഷ്കരിക്കണം, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിനെതിരെയും വളരെ ശക്തമായ നിലപാടെടുത്ത ഇന്ത്യയുടെ ഒരു സുഹൃത്തായിരുന്നു ഷെയ്ഖ് ഹസീന എക്കാലത്തും. പക്ഷേ
4 തവണ അധികാരത്തിൽ തുടർച്ചയായിരുന്നപ്പോൾ ഷെയ്ഖ് ഹസീന ഡെമോക്രസിയുടെ ബാലപാഠങ്ങൾ മറന്നു പോവുകയും പകരം ഏകാധിപത്യത്തിലേക്ക് നീങ്ങുകയും ചെയ്തതിൻ്റെ ഏറ്റവും വലിയ ഗതികേടിലാണ് 76-ാമത്തെ വയസ്സിൽ സ്വന്തം രാജ്യം വിട്ട് അപ്രമാദിത്വത്തോടു കൂടി ജീവിച്ച, സൈന്യത്തെ പോലും വരുതി കയർത്താൻ കഴിഞ്ഞ ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടോടേണ്ട ഗതികേടിലേക്ക് എത്തിച്ചത്.